ഒരു വീടിന്റെ ദോഷം ഗൃഹനാഥനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓരോ ദിക്കുകളെ പറ്റിയും നമുക്ക് നോക്കാം. ഒരു വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഗൃഹനാഥനെ ബാധിക്കും. എങ്ങനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് നമ്മൾ ഓരോ സ്ഥലവും നോക്കി പോവാം. ആദ്യം ഈ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകൾ ഗൃഹനാഥനെ എങ്ങനെ ബാധിക്കും നോക്കാം. ഇപ്പൊ ഈ റൂമിൽ ഗൃഹനാഥൻ കിടന്നാൽ ഇദ്ദേഹത്തിന് വലിയ കടബാധ്യതകളും ഇദ്ദേഹത്തെ മറ്റുള്ളവർ പറ്റിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിന്റെ എനർജി വളരെ മോശം എനർജിയാണ്. ഇനി വീടിന്റെ പണിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീട് വെച്ചപ്പോൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന മൂലയില്ല. ഇത് ഒഴിവാക്കിക്കൊണ്ടാണ് വീട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര പൈസ വന്നാലും ഗൃഹനാഥന്റെ പോക്കറ്റിൽ 10 പൈസ കാണത്തില്ല. അപ്പം ഈ റൂമിൽ കിടന്നാൽ ഗൃഹനാഥന് പറ്റിപ്പും കടബാധ്യതയും ഉണ്ടാവും. ഈ ദിക്കില്ലെങ്കിലോ എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അടുത്തത്, ഈ റൂമിലാണ് ഗൃഹനാഥൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ എപ്പോഴും കേസിലും വഴക്കിലുമായിരിക്കും. ഇനി ഈ റൂമിലാണ് ഗൃഹനാഥൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതെ പിടികൂടും. വീട് വെച്ചപ്പോൾ ഗൃഹനാഥൻ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് റൂമുണ്ട്, പക്ഷേ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് റൂമില്ല. ഈ റൂം ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ഇതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് വീട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗൃഹനാഥൻ ക്ഷയിക്കും. ഈ ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനം ഉണ്ടാവില്ല. അതിന്റെ കാരണം ഗൃഹനാഥന്റെ ദിക്കായ വടക്കു പടിഞ്ഞാറ് ഭാഗം വീട്ടിലില്ല. ആരോഗ്യ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് കിടക്കുന്ന ഫ്ലൈയിങ് സ്റ്റാർ മോശം ഫ്ലൈയിങ് സ്റ്റാർ ആയതുകൊണ്ടാണ്. കേസും വഴക്കും വരാനുള്ള കാരണം എന്താണ്? ഇതിനകത്ത് നിൽക്കുന്ന നമ്പർ മോശമായത് കൊണ്ടാണ്. ഇനി ഈ ബെഡ്റൂമിലാണ് ഗൃഹനാഥൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒഴിഞ്ഞൊരു നേരം ഗൃഹനാഥൻ ഉണ്ടായിരിക്കില്ല. ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ദിക്കുകളും ഉണ്ട്, പക്ഷെ വീട് പണിഞ്ഞപ്പം വടക്ക് ദിക്കില്ല. വടക്ക് ദിക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് ഗൃഹനാഥൻ വീട് പണിഞ്ഞെങ്കിൽ ഈ ഗൃഹനാഥന്റെ തൊഴിലിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. ഇന്നൊരു ജോലി, നാളെ വേറൊരു ജോലി, മറ്റന്നാൾ ഒരു ജോലി അടിക്കടിക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരു ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ചുരുക്കി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഓരോ ദിക്കും ഗൃഹനാഥനെ കണക്ട് ചെയ്യും. കാരണം ഇപ്പോൾ വടക്ക് ദിക്കില്ലെങ്കിൽ ഗൃഹനാഥന് തൊഴിൽ തടസ്സം, വടക്ക് പടിഞ്ഞാറില്ലെങ്കിൽ ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. തെക്ക് കിഴക്കില്ലാത്തൊരു വീടാണ് ഗൃഹനാഥൻ വെച്ചതെന്ന് കരുതുക. തെക്ക് കിഴക്കില്ലാത്ത വീടാണെങ്കിൽ ഈ ഗൃഹനാഥന് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ ഗൃഹനാഥൻ ഉണ്ടാവും. കാരണം എന്താണ്? തെക്ക് കിഴക്കില്ല, അത് സമ്പത്തിന്റെ ദിക്കാണ്. അതേസമയം ഈ ബെഡ്റൂമിലാണ് ഇദ്ദേഹം കിടക്കുന്നതെങ്കിലോ തൊടുന്നതും പിടിക്കുന്നതെല്ലാം നഷ്ടം. ചുരുക്കി പറഞ്ഞാൽ വീടിന്റെ ദിക്കുകൾ ബേസ് ചെയ്തിട്ട് ഗൃഹനാഥന് ഉള്ള സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും ഉണ്ട്. ഓരോ റൂം അനുസരിച്ചിട്ടും ഗൃഹനാഥന്റെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്താനുള്ള എനർജികളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി നോക്കി അതിനെ കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൗഭാഗ്യത്തോടും ഉയർച്ചയോടും കൂടി ഗൃഹനാഥനെ കൊണ്ടുവരാനുള്ള മാർഗങ്ങളും ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിലുണ്ട്. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. ഫെങ്ഷുയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് ഉള്ളൊരു ടൂൾ. ഇത് നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെക്കാം, നിങ്ങളുടെ ഓഫീസിൽ വെക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും വെക്കാം. ഒരു 3 ലെഗ്ഡ് ഫ്രോഗ്, മണി ഫ്രോഗ് എന്നാണ് ഇതിന് പറയുന്നത്. വീട്ടിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഒരു സമ്പത്തിന്റെ തവള. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവണം, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാവാനായിട്ട് സൗത്തിൽ നിങ്ങൾക്കൊരു വിക്ടറി ഹോഴ്സ് വെക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി സ്വീകരണ മുറിയുടെ നോർത്തിൽ നിങ്ങൾക്ക് അരോന മത്സ്യം വെക്കാം. സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇത് വെക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.